ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി വ്യക്തികൾ ഉള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഏത് രീതിയിലാണ്, അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ കാര്യത്തിലുള്ള തീരുമാനം എന്താണ്, അവരുടെ ഒരു നിലപാട് ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് ആയിട്ട് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. അപ്പൊ ഇതൊരു ടൈംലെസ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളുടെ പേഴ്സണെ കുറിച്ചും മനസ്സിലേക്ക് നന്നായിട്ട് കൊണ്ടുവരിക. അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും പേരാണെന്നുണ്ടെങ്കിലും മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുക. അവരുടെ ഒരു എനർജി വീഡിയോയുമായിട്ട് അല്ലെങ്കിൽ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Three of Cups, Four of Pentacles, Nine of Pentacles, Five of Wands, Page of Cups, Seven of Pentacles, Devil Energy, Justice, Nine of Wands, Three of Wands, Ace of Swords, Four of Cups, Six of Wands, Seven of Swords, Five of Swords, ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന ത്രീ ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. അവരുടെ ആണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയുടെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഏത് രീതിയിലാണ്, ഇമോഷൻസ് ഒക്കെ ഏത് രീതിയിലാണ്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ഈ ഒരു സ്പ്രെഡിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ പുറത്തു നിന്നുള്ള മറ്റു വ്യക്തികളുടെ സ്വാധീനം കൂടെ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവരുടെ റിലേഷൻഷിപ്പിൽ പുറത്തു നിന്നുള്ള മറ്റേതൊക്കെയോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, അതിപ്പോ ഇമോഷൻസ് ആയിട്ടാണെന്നുണ്ടെങ്കിലും വ്യക്തികളായിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. ഇവർക്കിടയിൽ ഫൈവ് ഓഫ് വാൻഡ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പൊ അത്ര നല്ല ടേംസിൽ പോകുന്നതായിട്ടല്ല ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് ഇവർക്കിടയിൽ ഒരുപാട് വാക്ക് തർക്കങ്ങളോ വഴക്കുകളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നിട്ടുണ്ട്. രണ്ടുപേരാണെന്നുണ്ടെങ്കിലും പെട്ടുപോയല്ലോ അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്നുള്ള രീതിക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ പുറത്തൊക്കെ അറിയുന്ന ബന്ധമായിരിക്കാം. ഒരുപാട് പേര് അറിഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഇവരത് പുറത്തേക്കൊന്നും അറിയിക്കാത്ത രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഈ രണ്ട് വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇമോഷൻസ് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഇവരുടെ ഇമോഷൻസിനെയൊക്കെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്വാർത്ഥതയോട് കൂടി. ഈഗോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവരുടെ റിലേഷൻഷിപ്പിലെ ഒരു കർമ്മയാണ് വന്നിരിക്കുന്നത്. ഇവര് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് ഇറങ്ങി പോയിട്ടുണ്ടായിരിക്കാം. അതുപോലെ ആ ഒരു തേർഡ് പാർട്ടിയുടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നിരിക്കാം. അപ്പൊ രണ്ട് വ്യക്തികളും ഇപ്പൊ ഒരു കർമ്മ ഇവിടെ നേരിടുന്നുണ്ട്. നീതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരായി മാറിയിരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോ അവിടെ അത്ര ഭയങ്കര സുഖത്തിലല്ല നിൽക്കുന്നത്. ഇവരുടെ ഓർമ്മകൾ നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും അത്രക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓർമ്മകൾ അല്ലെങ്കിൽ അവര് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോന്നിരിക്കുന്ന ഓർമ്മകൾ ഇതൊക്കെ ഓർത്തോർത്ത് ഭയങ്കരമായിട്ട് മൈൻഡ് ഒക്കെ ഡിസ്റ്റർബ്ഡ് ആണ്. അവിടെ നിന്നൊക്കെ ഒന്ന് മാറി പോരണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന ത്രീ ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. കമ്പാരിസൺ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ട് കഴിഞ്ഞിരുന്ന നാളുകളും ഇപ്പൊ അവർ കഴിയുന്ന നാളുകളും രണ്ടും കൂടെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന ഒരു അവസ്ഥ. ഇതിനേക്കാൾ നല്ലതായിരുന്നല്ലോ അത് എന്നുള്ള രീതിക്കൊക്കെ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. വീണ്ടും അതിനെ എങ്ങനെയാണ് പണിത് ഉയർത്തി വരിക, അതായത് ഒരു
ഒരു കാലത്ത് നിങ്ങൾ രണ്ടുപേരും എഫേർട്ട് എടുത്തിട്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അത്രയും കഷ്ടപ്പെട്ട ഒന്നായ വ്യക്തികളായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ. അത്രയും നന്നായിട്ട് വന്ന ആ ഒരു ബന്ധത്തിൽ നിന്ന് ഇവർ വളരെ പെട്ടെന്ന് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി നിങ്ങളെ മാറ്റിയെടുത്ത് വെച്ചിട്ട് ഇവരുടേതായ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടോ സ്വാർത്ഥത മനോഭാവത്തോടു കൂടിയൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചീറ്റ് ചെയ്ത് പോയവരാണ്. അതോടുകൂടി നിങ്ങൾ പടുത്തുയർത്തിയ ആ ഒരു ചീട്ടുകൊട്ടാരം പൂർണ്ണമായും തകർന്നു പോയി എന്നൊക്കെ പറയുന്നത് പോലെ അത്രത്തോളം അത് തകർന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ വീണ്ടും അതിനെ ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. എങ്കിലും നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് അതൊന്ന് വീണ്ടും ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു തോട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ എനർജി ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഒരു തേർഡ് പാർട്ടിയാണ്. ഇവരുടെ ബന്ധത്തിൽ നിങ്ങൾ മറ്റൊരു തേർഡ് സിറ്റുവേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പേരും പറഞ്ഞു ഇവർ തമ്മിൽ വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ തേർഡ് പാർട്ടിയുടെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിലും അവരും ഒരു ഒറ്റപ്പെടലിലാണ് നിൽക്കുന്നത്. അവർക്കും ഒരു ഹാപ്പിനെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കർമ്മയുടെ തിരിച്ചടി ഇവിടെ നേരിടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അവർക്കും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകുന്ന കാര്യങ്ങളിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എങ്കിലും ഇവരുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് ഇതിനൊന്ന് കൊണ്ടുപോകാനായിട്ട്. പക്ഷേ പുറത്തു നിന്നുള്ള വ്യക്തി സ്വാധീനങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ ഫാമിലി ഉള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയൊക്കെ ഇവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒന്നിലധികം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും കൂടുതലായിട്ട് റെസനേറ്റ് ആവുന്നത്. ഇപ്പൊ ഇവിടെ രണ്ടുപേരാണെന്നുണ്ടെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പുറത്തുള്ളവർ അറിയാതിരിക്കാനായിട്ടുള്ള രീതിയിലൊക്കെ ഇവിടെ മാനേജ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഉള്ളുകൊണ്ടാണ് ഇവർ ഇവിടെ നിന്നൊക്കെ മാറിപ്പോകണം എന്നുള്ള ചിന്തകളൊക്കെ വരുന്നത്. പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് കാണിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് എടുക്കുക. ഈ റിലേഷൻഷിപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കുക. നഷ്ടപ്പെട്ടു പോയ ഒരു ഹാപ്പിനെസ് ഒക്കെ വീണ്ടെടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഓർമ്മകൾ പലപ്പോഴും ആ ഒരു പഴയ കാലങ്ങളിലേക്കൊക്കെ പോയിരിക്കുകയാണ്. പക്ഷെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി ലഭിക്കുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിൽ ഇവർക്ക് ഒട്ടും താല്പര്യം ഇവിടെ കാണിക്കുന്നില്ലെങ്കിലും ആർക്കോ വേണ്ടി ചലിക്കുന്ന പാവ എന്നൊക്കെ പറയുന്ന പോലെ അവർ ആർക്കോ വേണ്ടിയാണ് ഇവിടെ ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ അത് അവർക്കൊരു ഹാപ്പിനെസ് നൽകുന്നില്ല. വളരെ ഫാസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് മാറി പോരണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു സ്നേഹത്തെ അർഹമായ ആ ഒരു കൈകളിലേക്ക്, അതായത് നിങ്ങളുടെ കൈകളിലേക്ക് തരണമെന്ന് അവരൊരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും ഒരേ എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു റീഡിംഗിൽ നിങ്ങളുടെ പേഴ്സണിന്റെ എനർജി ആണെങ്കിലും തേർഡ് പാർട്ടിയുടെ എനർജി ആണെന്നുണ്ടെങ്കിലും അവരും ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്ര ഹാപ്പി അല്ല എന്നുള്ളതാണ് എനിക്കിവിടെ കിട്ടുന്നത്. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർക്കും ഈ ഒരു ബന്ധത്തിലേക്ക് വരണ്ടായിരുന്നു എന്നൊരു ചിന്തയൊക്കെ ഈ ഒരു സമയത്ത് തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും ഒരു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനകൾ തന്നെയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുരുകിയുള്ള വേദനകൾ തന്നെയായിരിക്കാം അവർക്കിടയിൽ അവർ തമ്മിൽ മാച്ച് ആവില്ല എന്നുള്ള രീതിക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരാനുള്ള റീസൺ. അതായത് ആ ഒരു കർമ്മയ്ക്ക് നിരക്കാത്ത ഒരു ബന്ധത്തിലേക്കായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും വന്ന് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് ഈ ഒരു രീതിയിലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നത്. ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. എല്ലാ രീതിക്കും ഒരു സന്തോഷമില്ലാത്ത ഒരു അവസ്ഥയാണ്. ഒരുപാട് ദുഃഖം ഈ ഒരു റിലേഷൻഷിപ്പിൽ തളം കെട്ടി നിൽക്കുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് രണ്ട് വ്യക്തികളും ഒരുപോലെ തന്നെ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് അവരുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പഴയ ആ ഒരു പാസ്റ്റിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരു ഭയം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഭയം എന്ന് പറയുമ്പോഴേക്കും അവര് ചെയ്തു പോന്നിരിക്കുന്ന കാര്യങ്ങള് മറ്റാരെയെങ്കിലൊക്കെ വേദനിപ്പിച്ചിട്ടാണ് തേർഡ് പാർട്ടി ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് കഴിഞ്ഞു പോയിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ മനസ്സിലൊരു ഭയമുണ്ട്. ഇനി അപ്പൊ അതൊക്കെ കൊണ്ടിട്ടാണോ ഇങ്ങനെയൊക്കെ നേരിടേണ്ടതായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള ചിന്തകളൊക്കെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു നീതി തങ്ങൾക്ക് വേണം, എല്ലാ രീതിക്കും നീതിപൂർവം ഒരു ജീവിതം വേണം, ഒരു വിജയം വേണം, ഒരു റീബർത്ത് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയം അവിടെ നിന്നൊന്ന് മാറി പോരണം. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവർ കംപ്ലീറ്റ്ലി ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നിങ്ങളാണ്, ഇപ്പുറത്തെ സൈഡിൽ തേർഡ് പാർട്ടിയാണ്. അപ്പൊ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് എത്താനായിട്ടുള്ള ഒരു ആഗ്രഹം, അതുപോലെ നിങ്ങളുടെ ആ ഒരു ബന്ധത്തില്
ഒരു വിജയം, ബുദ്ധിപൂർവ്വം നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് അല്ലെങ്കിൽ ഇവർ ചെയ്തിരിക്കുന്ന തെറ്റുകളെല്ലാം നിങ്ങളോട് ഏറ്റു പറഞ്ഞതിന് ശേഷം ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക, അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുക്കുക എന്നുള്ള മെന്റാലിറ്റിയിലൊക്കെ നിൽക്കുന്നവരാണ്. അപ്പൊ തേർഡ് പാർട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള സ്റ്റേജിലല്ല നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്, സ്ട്രഗിളിംഗ് സിറ്റുവേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഇവർ ഈ ഒരു സമയത്ത് ആ ഒരു തേർഡ് പാർട്ടിയിലേക്ക് ഒരു ലിമിറ്റിൽ കൂടുതൽ ഇമോഷൻസോ, അതിപ്പോ സ്നേഹം ആയിക്കൊള്ളട്ടെ ദേഷ്യം ആയിക്കൊള്ളട്ടെ എന്ത് ഫീലിങ്സ് ആണെങ്കിലും ഇവർ ഒരു ലിമിറ്റിൽ കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല. വഴക്ക് കാര്യങ്ങളൊക്കെ ഇവർക്കിടയിൽ ഉണ്ടായി നിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു സൈലൻസ് ആണ് അവിടെ നടക്കുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ ഇവരെല്ലാം കാണിക്കുന്നുണ്ടാവും, ഭയങ്കര ഹാപ്പി ആണെന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഇടുക, കാര്യങ്ങൾ ഇതെല്ലാം നടത്തുന്നുണ്ടായിരിക്കാം, പുറത്തൊക്കെ പോകുന്നതൊക്കെ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ടായിരിക്കാം. പക്ഷെ ഉള്ളിന്റെ ഉള്ളു കൊണ്ടിട്ട് രണ്ട് വ്യക്തികൾക്കിടയിൽ നല്ല രീതിക്ക് ഒരു ഗ്യാപ്പ് ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ട്. രണ്ടുപേരാണെന്നുണ്ടെങ്കിൽ ഓവർ സ്ട്രെസ്ഡ് ആണ്. ഈ ഒരു സിറ്റുവേഷനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ താല്പര്യപ്പെടാതെ ആർക്കോ വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മാറിപ്പോകണമെന്ന് രണ്ടുപേരും ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി ആണ് വന്നിരിക്കുന്നത്. മിക്കവാറും നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ നിന്ന് ഈ ഒരു തേർഡ് പാർട്ടി അവരെ തന്നെ ചീറ്റ് ചെയ്തിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് അവിടെ നിന്ന് മാറി പോരണം, ഇവിടെ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിക്കാണ്. തേർഡ് പാർട്ടി ചിന്തിക്കുന്നത് സ്വാർത്ഥതയോട് കൂടിയാണ്, എന്റെ കാര്യം ഞാൻ നോക്കണം, ഇവിടെ എന്തായാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള മെന്റാലിറ്റിയിലാണ് ഈ ഒരു തേർഡ് പാർട്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടി അങ്ങനെ നിങ്ങളുടെ പേഴ്സണോട് ചെയ്യുവാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് നിങ്ങളുടെ വ്യക്തി ചെയ്തിരിക്കുന്നതിന് പകരമാണ് അല്ലെങ്കിൽ ആ ഒരു കർമ്മയാണ് അവരിലേക്ക് തിരിച്ചടിക്കാൻ പോകുന്നത്. ആ ഒരു രീതിയിൽ തന്നെ എത്തിയിരിക്കുന്നത്. പ്രപഞ്ചം തീർച്ചയായിട്ടും ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വേദന അറിയിക്കും. കാരണം നിങ്ങൾ വേദന അനുഭവിച്ചവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ അവർ ആ ഒരു പെയിൻ അറിയുക തന്നെ വേണം. അത് ആ ഒരു യൂണിവേഴ്സ് ആയിട്ട് അവരെ അറിയിക്കും. അത് ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടിയിലൂടെ തന്നെയായിരിക്കും. ഇവർ എവിടെയാണോ സുഖം സന്തോഷം എന്നുള്ള രീതിക്ക് കടന്നു ചെന്നിരിക്കുന്നത് അതേ സ്ഥലത്ത് തന്നെ നിന്ന് അവർക്ക് ആ ഒരു തിരിച്ചടി കിട്ടാനുള്ള സാധ്യതകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ എന്താണ് നിങ്ങളുടെ കാര്യത്തില് നിങ്ങളുടെ വ്യക്തിയുടെ തീരുമാനം അല്ലെങ്കിൽ അവരുടെ ഒരു നിലപാട് എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. റിലീസ്, ബാലൻസ്, transformation, commitment, compromise, adventure, listening, harbor, acceptance, harmony, resonance, language, healing hurt, chain, mediator, ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന ഹിസ്റ്ററി ആണ്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പും ആയിട്ടുള്ള കാര്യത്തിൽ എന്താണ് അവരുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ അവരുടെ നിലപാട് എന്നുള്ളതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഹിസ്റ്ററി ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ അതെല്ലാം അവർ ഓർത്തെടുക്കുന്നുണ്ട്. ഫ്യൂച്ചറിലേക്ക് എല്ലാ രീതിക്കും അവരൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇപ്പോൾ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ, സെപ്പറേഷൻ സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അതിനൊരു ട്രാൻസ്ഫോർമേഷൻ വേണം. പഴയ ആ ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് നിങ്ങളുടെ ബന്ധത്തെ കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഫ്യൂച്ചറിലേക്ക് അവർ ഓരോ കാര്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ പ്ലാനിങ് ആയിട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഫോർഗീവ്നെസ്, ക്ഷമാപണം നടത്തി കടന്നു വരിക എന്നുള്ള രീതിക്ക് തന്നെയാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അവരുടെ മനസ്സിനെ തന്നെ അവരിപ്പോൾ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ വേണം എന്നുള്ളൊരു പൂർണ്ണമായ തീരുമാനം അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അവരിപ്പോൾ എടുത്തു കഴിഞ്ഞു. മനസ്സിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ഒരു സ്നേഹത്തെ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി നിങ്ങളിലേക്ക് എത്തിക്കുക, അതുപോലെ സത്യസന്ധമായിട്ട് നിങ്ങളുടെ ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക.
നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാസ്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ, ആ ഒരു ഭാരമേറിയ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യണം. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെയും അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണകൾ, ട്രസ്റ്റ് ഇഷ്യൂസ്, ആ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് ഈ ഒരു ബന്ധം എല്ലാ രീതിക്കും ബാലൻസ് ചെയ്യണം. പൂർണ്ണമായും നിങ്ങളെ കേട്ടിരിക്കാനുള്ള ഒരു മനസ്സൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ്, ഈ ഒരു പ്രശ്നങ്ങൾ അതെല്ലാം പറഞ്ഞു തീർത്തിട്ട് എല്ലാ രീതിക്കും അതിനെല്ലാം കത്തിച്ചു കളയുക എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ആ ഒരു നെഗറ്റീവ് എനർജീനെയൊക്കെ റിലീസ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ബന്ധത്തിന്റെ ഗ്രോത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ഇവർ ആഗ്രഹിക്കുകയാണ്. കമ്മിറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉള്ള കമ്മിറ്റ്മെന്റിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. ലവേഴ്സ് ഒക്കെ ആയിരിക്കാം. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫാമിലി ആയിരിക്കാം. എങ്ങനെയുള്ള ബന്ധമാണെന്നുണ്ടെങ്കിലും വീണ്ടും ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇവരുടെ കൂടെ ലൈഫ് ലോങ് വേണ്ട ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കിയാണ്. വളരെ ഒരു ട്രസ്റ്റ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട്. മനസ്സിന്റെ ഉള്ളിലാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവർക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ നിങ്ങളാണ് എന്നുള്ള ഉറച്ച വിശ്വാസം. അതാണ് ആ ഒരു ട്രസ്റ്റ് എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. കോംപ്രമൈസ് ആണ്. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് ഇതിനൊക്കെ ഒരു കോംപ്രമൈസ് കൊണ്ടുവരിക. ഇപ്പൊ ഒരു ഈഗോ ഉള്ള വ്യക്തികളൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ അവരുടെ ഈഗോ ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ അവർ മുട്ടുകുത്താനായിട്ട് പോവുകയാണ്. അല്ലെങ്കിൽ ആ ഒരു കാലം അവരെ നിങ്ങളുടെ മുന്നിലേക്ക് മുട്ടുകുത്തിക്കുകയാണ്. തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ അഡ്വഞ്ചർ ആണ്. നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. കാരണം ഹീലിംഗ് ഹേർട്ട് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെ അത്രത്തോളം ഇവർ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിനെ ഹീൽ ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് വളരെയധികം അഡ്വഞ്ചർ ആയിട്ടുള്ള അതിസാഹസികപരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതും ഇതിനെ വീണ്ടും റിക്കവർ ചെയ്തെടുക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വീണ്ടും റിക്കവർ ചെയ്തെടുക്കുക എന്ന് പറയുന്നതും നിസ്സാരമായ ഒരു കാര്യമല്ല എന്നുള്ളതും ഒക്കെ പൂർണ്ണമായിട്ടുള്ള മനസ്സിലാക്കലിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും അവര് ആ ഒരു റിസ്ക് എടുക്കാൻ ഇപ്പൊ തയ്യാറാവുകയാണ്. കാരണം അവർക്ക് നിങ്ങളെ വേണം. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഹാപ്പിനെസ്, നഷ്ടപ്പെട്ടു പോയ അവരുടെ സന്തോഷം, സമാധാനം അതെല്ലാം അവർക്ക് തിരിച്ചു കൊണ്ടുവരണം. അതോടൊപ്പം അവരിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കർമ്മ എന്ന് പറയുമ്പോൾ മാനസിക സന്തോഷമില്ലായ്മയാണ്. ആ ഒരു മാനസിക സംഘർഷത്തിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു നീതി അവർക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നീതി നിങ്ങൾക്ക് തന്നേ മതിയാവുകയുള്ളൂ. നിങ്ങളോട് നീതിപൂർവ്വം പ്രവർത്തിക്കണം. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളെ അവരിപ്പോ കാണുന്നത് ഇവർക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും പരസ്പരം മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിലും അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവർ ഒരുപാട് നിങ്ങളെ വേദനിപ്പിക്കുകയും തെറ്റുകളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് അഴിച്ചു പണിയാനുള്ള ഒരു സമയമായിരുന്നു ഈ ഒരു ഗ്യാപ്പ്, ഈ ഒരു സെപ്പറേഷൻ. അതെല്ലാം പൂർണ്ണമായിട്ട് ഇപ്പൊ ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് കുറച്ച് കുറഞ്ഞ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവര് ജീവിതം കൊണ്ട് അതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇമോഷൻസ് എന്ന് പറയുന്നതിന് ഫാമിലി ലൈഫിലൊക്കെ അല്ലെങ്കിൽ ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ജീവിതം കണ്ടാണെന്നുണ്ടെങ്കിലും അവർ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അനുഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണമായും മനസ്സിലാക്കി എല്ലാ രീതിക്കും ആ ഒരു സത്യത്തെ ഉൾക്കൊണ്ട് acceptance ആണ് വന്നിരിക്കുന്നത്. ആ ഒരു സത്യത്തെ ഉൾക്കൊണ്ടിട്ട് ട്രൂ ആയിട്ടുള്ള ഒരു ലവ് എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തെ നിങ്ങളിലേക്ക് നൽകുക. അതിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സന്തോഷം, സമൃദ്ധി, ഹാപ്പിനെസ് എല്ലാം നിലനിർത്തുക എന്നുള്ള നിലപാടാണ് ഇവർക്കിപ്പോൾ ഉള്ളത്. അതുപോലെ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരിക്കാം. അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ലവ് ലാംഗ്വേജ് ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു സോൾ എന്ന് പറയുന്നത് വളരെ ഡെപ്ത് ആയിട്ടുള്ള അത്രയും നിങ്ങൾ ആഗ്രഹിച്ച ഒന്നായവരായിരിക്കും. ചിലപ്പോൾ അത്രയും എഫേർട്ട് എടുത്തായിരിക്കാം നിങ്ങൾ ഒന്നായിരിക്കുന്നത്. അപ്പോൾ ഫാമിലി ലൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലവ് മാരേജ് ഒക്കെ ആയിരിക്കും. ഇപ്പൊ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ടുള്ള സ്നേഹബന്ധം ഒക്കെ ആയിരിക്കാം. അപ്പൊ ഈ ഒരു സ്നേഹബന്ധത്തിലേക്കൊക്കെ വരാനായിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. അപ്പൊ അതായത് നിങ്ങൾക്ക് ഒരു ലവ് ലാംഗ്വേജ് ഉണ്ട്. ആ ഒരു ലവ് ലാംഗ്വേജിലൂടെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് ആ ഒരു ഫ്രീക്വൻസി പോലെ അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും ഫീലിങ്സും നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം.
ഇവരുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ രീതിക്കായിരിക്കും ചിന്തിക്കുന്നത്. അതിന്റേതായ യൂണിവേഴ്സൽ സയൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുമിച്ച് കേട്ടുകൊണ്ടിരുന്ന പാട്ടുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്ന ആ സ്ഥലത്തെ കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ആയിട്ട്, ഇപ്പോൾ സിനിമ ആയിക്കൊള്ളട്ടെ, എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരുമിച്ചുള്ള ഒരുപാട് പ്രൈവറ്റ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരേപോലെ നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ സത്യസന്ധമായിട്ട് തന്നെ ആ ഒരു ചെയിൻ കോർത്തിണക്കുക എന്ന് വെച്ചാൽ നിങ്ങളുമായി ഒരു സോൾട്ടായി കണക്ട് ചെയ്യുക. ഇപ്പോഴത്തെ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഈ ഒരു കറുത്ത മറയെ എല്ലാ രീതിക്കും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരണം. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മീഡിയേറ്റർ ആണ് വന്നിരിക്കുന്നത്. മീഡിയേറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. അത് പുറത്തു നിന്നുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിക്കല്ല മീഡിയേറ്ററിനെ കാണിക്കുന്നത്. നിങ്ങൾക്കിടയിലുള്ള മീഡിയേറ്റർ നിങ്ങൾ തന്നെ ആയിരിക്കണം. പുറത്തു നിന്നുള്ളവരൊന്നും ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് ഒരു സോൾ ബ്രിഡ്ജ് നിങ്ങൾക്കിടയിൽ പണിതെടുക്കുക. ആ ഒരു രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവരുടെ ഉള്ളിൽ ഒരുപാട് ഫിയർ ഒക്കെ ഈ ഒരു സമയത്തുള്ളതായിട്ട് കാണുന്നുണ്ട്. ഫിയറിന്റെ കാരണം നിങ്ങളെ വേദനിപ്പിച്ച് പോയവരായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു അഡ്വഞ്ചർ അവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഫിയർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഇത് വേണം അല്ലെങ്കിൽ നിങ്ങളെ നേടണം എന്നൊരു ചിന്ത അവരുടെ ഉള്ളൊരു പാഷനായിട്ടാണ് ഇപ്പൊ മാറിയിരിക്കുന്നത്. ഒരു സമയം ഇവർ വളരെയധികം പാഷനേറ്റോട് കൂടി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന വ്യക്തികളായിരിക്കാം. അതേ പാഷനേറ്റോട് കൂടി തന്നെ വീണ്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റീഫ്രഷിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിനായിട്ട് വരികയാണ്. അവർ ഒരുപാട് ഡിസപ്പോയിന്റഡ് ആയിട്ട് കാണുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഒരു ഡൗൺ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അവർക്ക് ഒരുപാട് കുറ്റബോധം ഉള്ളതായിട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ചെയ്തു പോയ കാര്യങ്ങളിൽ ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് അവരിപ്പോൾ ഒരുപാട് അതിൽ കുറ്റബോധം അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റ് ഫീൽ ഒക്കെ തോന്നുന്നുണ്ട്. അതുപോലെ ഇവരുടെ ഉള്ളൊരു ഡൗട്ട് ഉണ്ട്, ഇവരിനി തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ഇവർക്കിടയിലുണ്ട്. എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു സോൾ കണക്ഷന്റെ ആ ഒരു ഡെപ്തിൽ മാത്രം വിശ്വസിച്ചിട്ടാണ് ഇവരിപ്പോ ആ ഒരു രീതിയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി പറയുകയാണെങ്കിൽ ഇവർ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ്. പെട്ടെന്ന് ഇവർക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നവരാണ്. എന്നാൽ മനസ്സുകൊണ്ട് നല്ല ഒരു സ്നേഹമുള്ള വ്യക്തികൾ തന്നെയാണ്. ഇവർ നിങ്ങളോട് സ്നേഹം ഇല്ലാത്തൊരു വ്യക്തികളല്ല. ഒരു പക്ഷെ ഇവർ എന്തെങ്കിലും അഡിക്ഷനിലേക്ക് വന്ന് തേർഡ് പാർട്ടിയിലേക്ക് പോയതായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം അവര് പ്ലാനിങ്ങോടുകൂടി ചീറ്റ് ചെയ്ത വ്യക്തികളല്ല. ആ ഒരു സമയത്ത് ഇവരുടെ ആ ഒരു സമയക്കേട് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ പോയി പെട്ടുപോയിരിക്കുന്നതായിരിക്കാം. പക്ഷെ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചീറ്റ് ചെയ്ത് തന്നെയാണ് പോയിരിക്കുന്നത്. എങ്കിലും ആ ഒരു ഹൃദയത്തിൽ തൊട്ടുള്ള സ്നേഹം നിങ്ങളോട് അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് അവരുടെ നിലപാടുകളൊക്കെ ഈ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. മാത്രമല്ല തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർക്ക് ഹാപ്പിനെസ്സും ഇല്ല. തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും ഇന്നത്തെ എനർജിയിൽ വന്നിരിക്കുന്ന തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകാനും അവരൊരു ഹാപ്പിനെസ് കണ്ടെത്തുന്നില്ല. അപ്പൊ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് ഗുഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് പെട്ടെന്ന് കടന്നു വരാനുള്ള ഒരു സാധ്യതകൾക്കുള്ള വഴിയൊരുക്കൽ തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരു ഫിയർ എന്ന് പറയുമ്പോൾ അവരിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് അവരുടെ ഒരു ഡെസ്റ്റിനി അല്ലെങ്കിൽ അവരുടെ ഒരു ഈ ഒരു ജന്മത്തിലെ പാർട്ട്ണർ അത് നിങ്ങൾ തന്നെയാണ്. വളരെ കോൺഫിഡൻസോട് കൂടി തന്നെയാണ്, ഒരു ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവർ വരാൻ തയ്യാറെടുക്കുന്നത്. കാരണം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അവരെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസം തന്നെയാണ് അതിന്റെ കാരണം. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള തീരുമാനം അല്ലെങ്കിൽ നിലപാട് എന്താണ് എന്നുള്ളത് എടുക്കുമ്പോൾ നമുക്ക് വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് കമന്റ് ചെയ്ത് അറിയിക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. P എന്നൊരു ലെറ്റർ, 35, 28, 40, UAE വന്നിട്ടുണ്ട്. D എന്നൊരു ലെറ്റർ, N എന്നൊരു ലെറ്റർ, S, 38, ഉത്രം, N എന്നൊരു ലെറ്റർ, M എന്നൊരു ലെറ്റർ, 22, 38, ഓഗസ്റ്റ്, A എന്നൊരു ലെറ്റർ, കാർത്തിക, D എന്നൊരു ലെറ്റർ അഗൈൻ, 6 വന്നിട്ടുണ്ട്, വയനാട്,
അത്തം എന്നൊരു സ്റ്റാർ, ജി എന്നൊരു ലെറ്റർ, എ എന്നൊരു ലെറ്റർ അഗെയിൻ വന്നു, പി എന്നൊരു ലെറ്റർ അഗെയിൻ വന്നു, പാലക്കാട്, എസ് അഗെയിൻ വന്നു, ഇടുക്കി ഡിസ്ട്രിക്റ്റ്, രേവതി എന്നൊരു ബർത്ത് സ്റ്റാർ വന്നിട്ടുണ്ട്, കൊല്ലം, വിത്തിൻ 3 months കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ. പി എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്, 44, 37, ജൂലൈ മന്ത്, അനിഴം എന്നൊരു സ്റ്റാർ, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വി എന്നൊരു ലെറ്റർ ആണ്. ക്ലൂസ് മാത്രമല്ല, എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം കണക്ട് ചെയ്ത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ക്ലെയിം ചെയ്യുക, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങിനായിട്ട്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നാളെ വീണ്ടും നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.